ഇതെങ്ങനെ എന്റെ കഴുത്തിൽ വന്നു? ഞാൻ ഇന്നലെ പണയം വെച്ചാണല്ലോ. ആശുപത്രി ബില്ലടക്കുന്നു, ഇപ്പൊ മാല. ആരെങ്കിലും എന്റെ പുറകിലുണ്ടോ? എന്തൊക്കെയാ ഇത്? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. അവളൊരു ഞെട്ടിലൂടെ മാല കയ്യിലെടുത്ത് ആലോചിച്ചു. ഫിനാൻസിൽ പോയി അന്വേഷിക്കണം. അത് മനസ്സിലാലോചിച്ച് നന്ദ ആദ്യം ബില്ലിംഗ് സെക്ഷനിലേക്ക് റൂം ബുക്ക് ചെയ്യാനായി പോയി. പേഷ്യന്റിനെ കൗണ്ടറിൽ നിന്ന് ആള് ചോദിച്ചു. മോഹന് ICU കിടക്കുന്ന പേഷ്യന്റ് ആണോ? അതെ. അയാൾക്ക് റൂം ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ടല്ലോ. ചെയ്തിട്ടില്ല, നിങ്ങൾക്ക് ആള് മാറിപ്പോയതായിരിക്കും. ചെയ്തിട്ടുണ്ട് കുട്ടി, റൂം നമ്പർ 210. നെക്സ്റ്റ് ആൾ പേര് പറ. അവർ ധൃതി വിട്ടിരുന്നു. നന്ദ മുമ്പിൽ നിന്ന് മാറിക്കൊടുത്തു. ആരായിരിക്കും തന്നെ ഇങ്ങനെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു? എന്തായാലും അച്ഛനെ റൂമിലേക്ക് മാറ്റാൻ ഉച്ചയാവും. ഫിനാൻസിൽ പോയി അന്വേഷിക്കാം. അവൾ ഫിനാൻസിലേക്ക് പോയി. ഞാനിവിടെ നിന്ന് ഒരു മാല പണി വെച്ചിരുന്നു, അത് തിരിച്ചെടുക്കണം. എന്നാ കാർഡ്. കൗണ്ടറിലിരിക്കുന്ന ആളുടെ കയ്യിൽ കാർഡ് നൽകി നന്ദ പറഞ്ഞു. കുറച്ചേരം വെയിറ്റ് ചെയ്യണേ, ഉള്ളിൽ എടുത്തേരും. അയാൾ പറഞ്ഞപ്പോൾ അവൾ തലയാട്ടി അവിടെ ഒരു കസേരയിൽ ഇരുന്നു. 15 മിനിറ്റിന് ശേഷം പണയുരുപ്പടി അവർ നൽകി. അവൾ ഞെട്ടലോടെ അത് വാങ്ങി. ഇന്നലെ പണയം വെച്ചപ്പോൾ കിട്ടിയ കാശും ഒരു ദിവസത്തെ പലിശയും എടുത്ത് അയാളെ ഏൽപ്പിച്ചു. ഇതെങ്ങനെ അപ്പൊ എന്റെ കഴുത്തി കിടക്കുന്നു? രണ്ടും ഒരേ കണക്കുള്ള മാലയാണ്. അവൾ അതും ചിന്തിച്ച് ആശുപത്രിയിലേക്ക് പോയി. ഇന്നലെ രാത്രി ഒന്നും കഴിക്കാത്തതിനാൽ അവൾക്ക് നല്ല തളർച്ച അനുഭവപ്പെട്ടു. ലിഫ്റ്റ് ഇറങ്ങി മുറിയിലേക്ക് പോകാൻ നേരത്ത് നന്ദക്ക് തലകറങ്ങുന്ന പോലെ തോന്നി. അവൾ അവിടെയുള്ള ഭിത്തിയിലേക്ക് ചാരി നിന്നു. തലകറങ്ങി താഴേക്ക് വീഴാൻ പോയ അവളെ ഒരു ഡോക്ടർ ദയവായെന്ന് വിളിച്ച് ഓടി വന്നു. ഡോക്ടർ അവളെ കൈകളിൽ കോരിയെടുത്ത് റൂമിലാക്കി പൾസ് ചെക്ക് ചെയ്തു. ഫോൺ എടുത്ത് നഴ്സിംഗ് റൂമിലേക്ക് വിളിച്ച് ശേഷം ക്യാനിൽ വിളിച്ച് ഫുഡ് ഓർഡർ ചെയ്തു. കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം ഒരാൾ ഫുഡ് കൊണ്ടുവന്ന് കൊടുത്തു. നേഴ്സ് വന്നു. അവൻ BP ചെക്ക് ചെയ്തു. BP ലോ ആണ്, ട്രിപ്പ് ഇടണം. ഉണരുമ്പോൾ ഈ ഫുഡ് കഴിക്കാൻ കൊടുക്കണം. ദേവനന്ദ ഉണരുന്നവരെ ഇയാൾ ഒഴിഞ്ഞാൽ മതി. ശരി ഡോക്ടർ. അവൻ അവളെ നോക്കി പുറത്തേക്ക് പോയി. മയക്കം വിട്ട് എഴുന്നേറ്റ നന്ദക്ക് കയ്യിൽ ചെറുതായി എന്തോ വേദന തോന്നി. നോക്കിയപ്പോൾ നേഴ്സ് ട്രിപ്പ് മാറ്റുകയാണ്. ആ എഴുന്നേറ്റോ? മോൾ ആഹാരമൊന്നും കഴിച്ചില്ലേ? നല്ല ക്ഷീണമുണ്ടല്ലോ. ഇല്ല. കൊള്ളാം, അച്ഛന് കൂട്ടിരിക്കാൻ വന്നിട്ട് മോളിപ്പോ കിടക്കില്ലായല്ലോ. ആഹാരമൊക്കെ ടൈമിന് കഴിക്കണ്ടേ? BP കുറഞ്ഞ ദാ ഇത് കഴിക്കേ. അതും പറഞ്ഞ് ആഹാരം അവൾക്ക് നേരെ നീട്ടി. ഞാനെങ്ങനെ ഇവിടെ എത്തി? ബോധം പോയി വീണപ്പോൾ ഡോക്ടർ എടുത്തുകൊണ്ടെന്ന് ഇവിടെ കിടത്തിയതാ. ഏത് ഡോക്ടർ? ഡോക്ടർ ആദിദേവ് വിഷ്ണുവർദ്ധൻ, മോളുടെ അച്ഛനെ നോക്കുന്ന ഡോക്ടറാ. കഴിക്ക്. വിഷപ്പുള്ളതിനാൽ അവൾ അത് മുഴുവൻ കഴിച്ചു. അച്ഛനെ ഉച്ചയ്ക്ക് റൂമിലാക്കും. അതുവരെ ഇവിടെ റെസ്റ്റ് എടുക്കും കേട്ടോ. ഫുഡിൻ്റെ കാശ്? അവൾ പെട്ടെന്ന് പേഴ്സിൽ നിന്ന് കുറച്ച് പൈസ എടുത്ത് അവൾക്ക് നേരെ നീട്ടി. അതൊക്കെ ഡോക്ടർ വാങ്ങിയതാ മോള്, ക്യാഷ് ഒന്നും കൊടുക്കേണ്ടതിന്. ഡോക്ടർ ഹോസ്പിറ്റലാണിത്. എന്നാലും കാശ് കൊണ്ട് അങ്ങോട്ട് ചെന്നാൽ ഡോക്ടറെ കയ്യിൽ നല്ല തല്ല് കിട്ടും കേട്ടോ. അത് പറഞ്ഞ് ചിരിയോടെ നേഴ്സ് അവിടുന്ന് പോയി. ഉച്ചയ്ക്ക് മോഹൻ്റെ റൂമിലേക്ക് മാറ്റി. ക്ഷീണിച്ച മുഖത്തോടെ കിടക്കുന്ന അച്ഛനെ കണ്ടത് നന്ദക്ക് കരച്ചിൽ വന്നു പോയി. അവൾ അച്ഛൻ്റെ മാറോടണഞ്ഞു. അയ്യേ, അച്ഛൻ്റെ നന്ദൂസ് കരയാണ്. അച്ഛനൊരു കുഴപ്പമില്ല, മോള് കരയാതെ. അയാൾ അവിടെ കണ്ണീര് തുടച്ച് നീക്കി പറഞ്ഞു. അതെ, അച്ഛന് ചെറിയ ഓപ്പറേഷൻ കഴിഞ്ഞ് വന്നതേ ഉള്ളൂ. സന്തോഷിപ്പിക്കുന്നതിന് പകരം കരയിപ്പിക്കുകയാണ് മോള്. അവിടേക്ക് വന്ന ഡോക്ടറെ ശബ്ദം കേട്ടത് നന്ദ വേഗം എഴുന്നേറ്റ് നിന്നു. എനിക്കൊരു കുഴപ്പമില്ലെന്ന് പറയാതെ അവൾക്ക് ഇനി സമാധാനമാവില്ല ഡോക്ടർ. ഡോക്ടർ അതിന് മോഹനെ നോക്കി പുഞ്ചിരിച്ച് നന്ദയുടെ നേരെ തിരിഞ്ഞു. എന്താ ഇയാളുടെ പേര്? അവൻ അവിടെ കണ്ണിലേക്ക് നോക്കി ചോദിച്ചു. ദേവനന്ദ. മാസ്ക് ഇട്ട് അവനെ മുഖത്തേക്ക് നോക്കുമ്പോൾ മറുപടി നൽകി. അച്ഛനിപ്പോൾ ഒരു കുഴപ്പമില്ല, കുറച്ച് ഡേയ്സ് റെസ്റ്റ് എടുക്കണം. ഇന്നും തന്നെ ഇവിടെ കിടക്കട്ടെ, നാളെ ഡിസ്ചാർജ് ആക്കാം. ശരി ഡോക്ടർ. സിസ്റ്റർ, BP എങ്ങനെയുണ്ട്? BP നോക്കിക്കൊടുക്കുന്ന നേഴ്സിനോടായി ഡോക്ടർ ചോദിച്ചു. ഡോക്ടർ നോർമലാണോ? അവനൊന്ന് മൂളി പേപ്പർ എടുത്ത് അതിൽ കുറച്ച് മരുന്ന് എഴുതി കൊടുത്തു. ഇതിലുള്ള മെഡിസിൻസ് കറക്റ്റ് ടൈമിൽ കൊടുക്കണം. നന്ദയുടെ നേർക്ക് പേപ്പർ നീട്ടി ഡോക്ടർ പറഞ്ഞു. ഓക്കെ ഡോക്ടർ. റെസ്റ്റ് എടുക്കണം കേട്ടോ. മോഹനെ നോക്കി അതും പറഞ്ഞ് അവൻ പുറത്തേക്ക് പോയി. നന്ദ ഫാർമസിയിൽ പോയി മരുന്ന് വാങ്ങി ബില്ലടച്ച്. ഭാഗ്യം, ഇവിടെ ആരും കാശടച്ചില്ലല്ലോ. അവൾ അത് ആലോചിച്ച് റൂമിലേക്ക് പോയി. മോളെ, എന്താ വെച്ചാ? ഹോസ്പിറ്റൽ ബില്ല് ഒരുപാടായി കാണില്ലേ? എങ്ങനെ അടച്ചു? അത് ഞാൻ അമൃതയുടെ വീട്ടിൽ നിന്ന് വാങ്ങി. കൂടുതൽ പറഞ്ഞ അച്ഛനെ ടെൻഷനാക്കാൻ അവൾ ആഗ്രഹിച്ചില്ല. നമുക്കത് ഉടനെ തിരിച്ചു കൊടുക്കണം. അതിനെക്കുറിച്ചൊക്കെ പിന്നീട് ആലോചിക്കാം. അച്ഛതാ ഈ ഗുളിക കഴിക്ക്. അതും പറഞ്ഞ് നന്ദ ഗുളികയും വെള്ളം കൂടി മോഹന് കൊടുത്തു. വൈകിട്ടായപ്പോൾ മോഹനെ കാണാനായി അമൃത ഹോസ്പിറ്റലിലെത്തി. വാതിൽ മുട്ടിയതും നന്ദ വാതിൽ തുറന്നു കൊടുത്തു. നീ ക്ലാസ് കട്ട് ചെയ്തോ? ലാസ്റ്റ് പീരീഡ് പൂജ മിസ്സിൻ്റെ ആയിരുന്നു, ഞാനത് കട്ടാക്കി. ഞായി അടുത്ത ദിവസം വഴക്കിട്ടാണ്ടിരുന്നാൽ മതി. ഒന്ന് പോയിടി. അല്ല അങ്കിൾ ഉറക്കാണോ? മെഡിസിൻ കഴിച്ച് കഴിഞ്ഞ് ഉറങ്ങിയതാ. ഇപ്പം എങ്ങനെയുണ്ടെടി? കുഴപ്പമില്ല, നാളെ ഡിസ്ചാർജ് ആക്കും. അങ്ങനെ ഓരോന്ന് പറഞ്ഞ് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നിടയിൽ മോഹൻ ഉറക്കെഴുന്നേറ്റു. അമ്മ മോളെ എപ്പോ വന്നു? അയാൾ എഴുന്നേറ്റിക്കാൻ തുടങ്ങിയപ്പോൾ നന്ദ പോയി താങ്ങി പിടിച്ച് നേരെ ഇരുത്തി. കുറച്ച് നേരമായതേ ഉള്ളെങ്കിൽ ഇപ്പം എങ്ങനെയുണ്ട്? എനിക്കൊരു കുഴപ്പമില്ല മോളെ. ഹോസ്പിറ്റലിൽ ചുമ്മാ പിടിച്ച് കിടത്തേക്കുവാ.
മോഹനും നന്ദയൊന്ന് കൂർപ്പിച്ച് നോക്കി. കുറച്ചു നേരം അവരുടെ കൂടി ഇരുന്നതിന് ശേഷം അമൃത യാത്ര ചോദിച്ചു പോയി. അച്ഛാ, ഞാൻ പോയി ഫുഡ് വാങ്ങിയിട്ട് വരാം. മോഹനോട് അതും പറഞ്ഞ് നന്ദ ക്യാൻറ്റീനിലേക്ക് നടന്നു. എത്ര ചേട്ടാ? ഫുഡ് പാർസലാക്കി തന്ന ആളോട് പേഴ്സ് തുറന്ന് ക്യാഷ് എടുക്കുന്നതിൽ നന്ദ ചോദിച്ചു. ഇന്നത്തെ ദിവസം ഫുഡ് ഫ്രീ ആ മോള്, ക്യാഷ് വേണ്ട. അതെന്തേട്ടാ, ഇന്നെന്തൊരു വിശേഷമുണ്ടോ? ഇന്നത്തെ ദിവസം ഫുഡ് ഫ്രീ ആയി കൊടുക്കാൻ ആദ്യ ഡോക്ടർ ഓർഡറാണ്. ആദ്യമായിട്ട് ഇങ്ങനൊരു സംഭവം. ഡോക്ടർക്ക് ഇന്ന് എന്തെങ്കിലും വിശേഷ ദിവസം ആയിരിക്കും. അതിന് നന്ദൊന്ന് മൂളി അയാൾ നോക്കി പുഞ്ചിരിച്ച് ഫുഡ് വാങ്ങി തിരിച്ചു കിടന്നു. ഈ ഡോക്ടർ ആൾ കൊള്ളാലോ, സഹായിക്കാൻ മനസ്സിലുള്ള ആളാണ് തോന്നുന്നു. അയാളുടെ മുഖം കാണാൻ എന്താ വഴി? എപ്പോഴും മാസ്ക് ഇട്ടുകൊണ്ട് നടക്കും. നല്ല ശബ്ദം, കാണാൻ സുന്ദരനാണ് തോന്നുന്നു. അതും ആലോചിച്ച് റൂമിലേക്ക് നടക്കാൻ നേരമാണ് പേഴ്സിൽ കിടന്ന് അവിടെ ഫോൺ റിങ് ചെയ്തത്. നന്ദ പേഴ്സ് തുറന്ന് ഫോൺ എടുത്ത് നോക്കി. സരോജിനി ചേച്ചിയായിരുന്നു. ചേച്ചിയോട് സംസാരിച്ച് അവൾ റൂമിലേക്ക് നടന്നു പോകും വഴി എതിരെ വന്ന ഒരാളുമായി കൂട്ടിയിടിച്ച് അവളുടെ ഫോൺ തറയിൽ വീണു. ഹോ, എന്ത് കുട്ടി, എവിടെ നോക്കി നടക്കുന്നത്? തറയിൽ നിന്ന് വീണ നന്ദയുടെ ഫോൺ അവൾക്ക് നേരെ നീട്ടിയാൾ ചോദിച്ചു. സോറി ഡോക്ടർ, ഞാൻ കണ്ടില്ല. നന്ദ അയാളുടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങി പറഞ്ഞു. എതിരെ നന്ദ വരുന്ന കണ്ടിട്ട് മനഃപൂർവ്വം വന്നിരിക്കുകയായിരുന്നു ആദ്യം. ഫോൺ കോളിൽ ശ്രദ്ധിച്ച് നടന്നു വന്ന നന്ദ എതിരെ വന്ന ഡോക്ടറെ കണ്ടതുമില്ല. അതെങ്ങനെയാ ആണുങ്ങൾ വല വീശി പിടിക്കാൻ ഓരോ നമ്പറായിട്ട് ഇറങ്ങിയേക്കുമല്ലേ ഇവളുമാര്? ഡോക്ടറെ കൂടെയുള്ള ഒരു പെണ്ണ് നന്ദയോട് ചൂടായി. ഷട്ടപ്രിയ, ആദ്യ ദേഷ്യം നിയന്ത്രിച്ച് പറഞ്ഞു. ഞാനെന്തിനും മിണ്ടാണ്ടിരിക്കണം? ഇവളുമാരെ കണ്ടാലറിയില്ലേ, തൊലി എളുപ്പം കൊണ്ടിറങ്ങും വലിയ വീട്ടിലെ ആണുങ്ങൾ വല വീശി പിടിക്കാൻ. കണ്ടാൽ നല്ലൊരു കൊച്ചാണെന്നൊക്കെ തോന്നും. ഇതിനൊക്കെ ശരിക്കുള്ള സ്വഭാവം എന്താണെന്ന് ആ പെണ്ണ് ബാക്കി പറഞ്ഞു നിൽക്കുന്നതിന് മുമ്പേ ആദിയുടെ കൈ അവിടെ കവിളിൽ പതിഞ്ഞു. ഇനി ഒരക്ഷരം നീ പറഞ്ഞ അവൻ താക്കിയതോടെ അതീവ ദേഷ്യത്തിൽ വിരൽ ചൂണ്ടി പ്രിയയോട് പറഞ്ഞു. ഞാൻ ശരിക്കും കണ്ടില്ലായിരുന്നു, സോറി ഡോക്ടർ. നന്ദ കണ്ണീരോടെ ഡോക്ടറോട് പറഞ്ഞു. കുട്ടിയുടെ ഭാഗത്ത് തെറ്റില്ലെന്ന് ഉറപ്പുണ്ടല്ലോ, പിന്നെന്തിനെങ്ങനെ കരയുന്നു? അവളുടെ കണ്ണീര് തുടച്ച് നീക്കി ആദ്യം പറഞ്ഞു. പെട്ടെന്ന് നന്ദ പിന്നോട്ടാണ്. അവളുടെ കരഞ്ഞ മുഖം കണ്ടു നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് ചെയ്തു പോയതാണ്. അവൾ എന്ത് വിചാരിച്ചാണ്? അതും മനസ്സിൽ വിചാരിച്ച ആദ്യം എന്തോ പറയാനായി വന്നു. നന്ദ പെട്ടെന്ന് അവിടുന്ന് പോയി. പ്രിയ ആദിയുടെ ഓരോ ഭാവങ്ങളും നോക്കി കാണുകയായിരുന്നു. ആ പെണ്ണിനെ കണ്ടപ്പോഴുള്ള ആദിയുടെ കണ്ണിലെ തിളക്കും അവളോട് താൻ കയർത്ത് സംസാരിച്ചപ്പോൾ ആദി കാണിച്ച ദേഷ്യവുമെല്ലാം കാണുകയും പ്രിയക്ക് നന്ദയോട് അതിയായ ദേഷ്യം തോന്നി. ഒരു പെണ്ണിനോട് ആദി ഇതുവരെ അങ്ങനെ പെരുമാറിയിട്ടില്ല. ആദിക്ക് അവളോട് വല്ല ഇഷ്ടവുമുണ്ടോ? അതും മനസ്സിലാലോചിച്ച് പ്രിയ പറഞ്ഞു. ഒരു പെണ്ണിന് വേണ്ടി നീ എന്നെ തല്ലിയല്ലേ ആദി? നന്ദ പോയതും പ്രിയ ദേഷ്യത്തോട് ആദിയോട് ചോദിച്ചു. നീ ചോദിച്ചു വാങ്ങിയതല്ലേ? അവൾ അറിയാതെ ഒന്നും തട്ടിപ്പോയി, അതിന് ഇത്രയും പറയേണ്ട കാര്യം എന്തായിരുന്നു? അതും പറഞ്ഞ് ആദി തിരിച്ചുപോയി. പ്രിയ ദേഷ്യത്തോടെ അവൻ പോയ വഴിയെ നോക്കി. നിനക്ക് ആ പെണ്ണിനോട് വല്ല ഇഷ്ടമുണ്ടെങ്കിൽ ഞാനത് നടത്തത്തില്ല ആദി. അതിനവളെ കൊല്ലാൻ പോലും എനിക്ക് മടിയില്ല. അടിയിട്ടിയ തന്റെ കവിളിൽ പിടിച്ച് പ്രിയ മനസ്സിൽ പറഞ്ഞു. ആദിയുടെ അച്ഛൻ വിഷ്ണുവർദ്ധന്റെ ഫ്രണ്ട് സത്യമൂർത്തിയുടെ മകളാണ് പ്രിയ. അപ്പോഴാണ് അവിടെ ഫോൺ റിങ് ചെയ്യുന്നത്. ഡാലക്സേ, നീ നാട്ടിൽ വന്നോ? ഫോൺ എടുത്തയുടനെ പ്രിയ ആവേശത്തോടെ ചോദിച്ചു. ഇന്നലെ വന്നടി, നിനക്കതിന് മനസ്സിലായി? നാട്ടിൽ വരുമ്പോഴല്ലേ ഈ കോളൊക്കെ കാണും. നിന്നെ എനിക്ക് അറിയില്ലേ മോനെ. ആ, നീ എവിടെയുണ്ട്? ഞാൻ AV ഹോസ്പിറ്റലിൽ. ഓ, നീ ഇപ്പോഴും അവൻ്റെ പുറകിൽ നടക്കുകയാണോ? ഉടനെ വല്ലാവും വീഴോ? വീണില്ലെങ്കിൽ വീഴ്ത്തു ഞാൻ. കുറേ വർഷമായില്ലേടി. അവൻ പോകുന്നേ പോട്ടെ. ഈ ലോകത്ത് അവൻ മാത്രമല്ല ആണായി പറഞ്ഞത്. അങ്ങനെ വെറുതെ വിട്ടുകളയാൻ കഴിയില്ല അവനെ. അവൻ്റെ ആ സൗന്ദര്യം ഉറച്ച ശരീരം എനിക്ക് ആസ്വദിക്കാനുള്ളതാണ്. എനിക്ക് വേണവൻ. വർഷങ്ങളായിട്ട് അവരെ പുറകെ നടക്കുന്ന അതിനാ. പിന്നെ AV ഗ്രൂപ്പ്സിന്റെ ഏക അവകാശി അവനാ, ആദിദേവ് വിഷ്ണുവർദ്ധൻ. അവന്റെ ഭാര്യാസ്ഥാനം ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. അതൊക്കെ വിടും, നമുക്കൊന്ന് കൂടണ്ടേ? ഇന്ന് നൈറ്റ് 8-ന് കാണാം. ഓക്കെടി, റൂം നമ്പർ 110. ഓക്കേടാ. അതും പറഞ്ഞ് പ്രിയ ഫോൺ വെച്ച് ദേവനന്ദയെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് കളക്ട് ചെയ്തിട്ടാണ് പ്രിയ ഹോസ്പിറ്റലിൽ നിന്ന് SS ഹോട്ടലിന്റെ പാർക്കിംഗ് ഏരിയയിൽ പ്രിയ കാറ് പാർക്ക് ചെയ്തു. ഒരു പുൻസിരിയോടെ ബാഗിൽ നിന്ന് ലിപ്സ്റ്റിക് എടുത്ത് ചുണ്ടിലായി തേച്ചു. കണ്ണാടിയിൽ മുഖവും നോക്കി ഒരു വശ്യമായ പുൻസിരിയോടെ അവൾ ഡോറ് തുറന്നു റൂം നമ്പർ 110ലേക്ക് പോയി. പുറകിലായി കാറ് പാർക്ക് ചെയ്ത് എല്ലാം വീക്ഷിച്ചിരുന്ന ആദ്യം ഫോൺ എടുത്തൊരു നമ്പറിലേക്ക് വിളിച്ചു. കുറച്ച് നിമിഷത്തിന് ശേഷം ഹോട്ടലിന്റെ ഫ്രണ്ടിൽ ന്യൂസ് റിപ്പോർട്ടേഴ്സിനെ കൊണ്ട് നിറഞ്ഞു. ആദ്യം ഒരു പുൻസിരിയോടെ എല്ലാം വീക്ഷിച്ചു നിന്നു. കുറച്ചു നേരത്തിന് ശേഷം ഒരു പോലീസ് ജീപ്പ് വന്നു. അതിൽ നിന്ന് കുറച്ച് പോലീസുകാർ ഇറങ്ങി ഹോട്ടൽക്കാർ സെർച്ച് നടത്തി. പോലീസുകാരുടെ കൂടെ വരുന്ന പ്രിയയും അലക്സിനെയും കണ്ട് ക്യാമറ ഫ്ലാഷ് ലൈറ്റുകൾ മിന്നി. അപമാന ഭാരത്താൽ പ്രിയ സാരി എടുത്ത് മുഖം മറച്ച്. പ്രമുഖ ബിസിനസ് സ്ഥാപനം GSP ഗ്രൂപ്പിന്റെ ഉടമ ഗോപാൽ സത്യമൂർത്തിയുടെ മകൾ പ്രിയ സത്യമൂർത്തിയും മുൻ വ്യവസായ മന്ത്രി തോമസ് കുര്യന്റെ മകൻ അലക്സ് തോമസിനെയുമാണ് ഇന്ന് റെയ്ഡിൽ ഹോട്ടൽ റൂമിൽ നിന്നും പിടിച്ചിരിക്കുന്നത്. റിപ്പോർട്ടറുടെ ശബ്ദം കേട്ട് ആദ്യം പൂച്ച നിറഞ്ഞ ചിരി വിരിഞ്ഞു. എന്റെ പെണ്ണിന്റെ സ്വഭാവശുദ്ധിയെക്കുറിച്ച് പറയാൻ നിനക്കൊരു അവകാശമില്ല പ്രിയ സത്യമൂർത്തി. അതിനുള്ള ശിക്ഷയായത്. അതും മനസ്സിൽ പറഞ്ഞ് കൂടി ക്യാബ് നേരിട്ട് അവൻ പാർക്കിംഗ് ഏരിയയിലേക്ക് പോയി. മാധ്യമങ്ങൾ ആ വാർത്ത ഒരാഘോഷമാക്കി മാറ്റി. ആദ്യം അവിടെ നേരെ പോയത് AV ഹോസ്പിറ്റലിലേക്കാണ്.
തന്റെ ക്യാബിനിൽ പോയി അവൻ ഡോക്ടേഴ്സ് കോട്ട് എടുത്തിട്ട് മാസ്ക് വെച്ച് മുഖം മറിച്ച ശേഷം നന്ദയെ കാണാൻ നന്ദയുടെ അച്ഛൻ കിടക്കുന്ന റൂമിലേക്ക് പോയി. റൂമിലേക്ക് കടക്കാൻ നേരമാണ് റെയിലിങ്ങിൽ പിടിച്ച് പുറത്തെ കാഴ്ചകളിലേക്ക് മിഴികൾ നട്ടിരിക്കുന്ന നന്ദയെ ആദ്യം കാണുന്നത്. അവനൊരു പുൻസിരിയോട് അവിടെ അടുത്തേക്ക് പോയി. അച്ഛന് കൂട്ടിരിക്കാൻ വന്നിട്ട് താൻ ഇവിടെ നിൽക്കുവാണ്. പെട്ടെന്ന് ആദിയുടെ ശബ്ദം കേട്ടു നന്ദോ ഞെട്ടി. അത് അച്ഛൻ ഉറങ്ങി. അതിന് താനും നേടെ വിൽക്കുന്നത് എന്നെ പേടിയാണോ എനിക്ക്? നേരത്തെ ക്യാൻഡിൽ വെച്ച് എന്ന സമ്പത്തി ഓർത്ത് അവൻ അഭിമുഖീകരിക്കാൻ നന്ദക്കൊരു മടിയായിരുന്നു. അല്ല ഡോക്ടർ. പിന്നെന്താ, തനിക്ക് വിൽക്കുന്നുണ്ടോ? ഇല്ല. ആദിയുടെ നോട്ടം അവളുടെ മുഖത്ത് പാറി വീണു. അവളെ നെഞ്ചോട് അടക്കി പിടിക്കാൻ അവൻ വെമ്പൽ കൊണ്ടു. തൻ്റെ മനസ്സിനെ വരുതിയിലാക്കി അവൻ അവളോടായി ചോദിച്ചു, അച്ഛന് മെഡിസിൻ എല്ലാം കൊടുത്തില്ലേ? കൊടുത്തു. എങ്കിലും അധികം തണുപ്പുള്ള പോയി കിടന്നുറങ്ങാൻ നോക്കും. ആജ്ഞാസ്വരത്തിൽ അവനത് പറഞ്ഞു. നന്ദ അവനെ നോക്കി റൂമിലേക്ക് പോയി. ആദി അവൾ പോയ വഴിയെ നോക്കി പുഞ്ചിരിച്ചു നിന്നു. അടുത്ത ദിവസം അവനെ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തു. ഹോസ്പിറ്റൽ ബില്ലെല്ലാം നേരത്തെ സെറ്റിൽ ചെയ്തെന്ന് നേഴ്സ് പറഞ്ഞു. ആരായിരിക്കും ഇങ്ങനെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ സഹായത്തിന് പിന്നിൽ അയാളുടെ ഉദ്ദേശം എന്തായിരിക്കും? അച്ഛനോട് ഒന്നും പറയാൻ കഴിയില്ല. അതും ആലോചിച്ച് അവൾ റൂമിലേക്ക് പോയി സാധനങ്ങളൊക്കെ എടുത്ത് അച്ഛൻ്റെ കൈ പിടിച്ച് എഴുന്നേൽപ്പിച്ച് പുറത്തേക്ക് പോയി. അപ്പോഴേക്കും സരോജിനിയുടെ ഭർത്താവ് സതീശൻ ഓട്ടോയും കൊണ്ട് വന്നിരുന്നു. അവർ ആ ഓട്ടോയിൽ കയറി മുകളിലെ നിലയിൽ തന്റെ ക്യാബിനിൽ നിന്ന് ആദ്യമെല്ലാം വീക്ഷിച്ചു. രാത്രിയിൽ അച്ഛന് കഞ്ഞി കോരിക്കൊടുത്തോണ്ടിരിക്കുമ്പോഴാണ് നന്ദയുടെ ഫോൺ റിങ് ചെയ്തത്. അവൾ ഫോൺ എടുത്ത് നോക്കി. അമ്മുവായിരുന്നു. ഡി, അച്ഛനെ ഡിസ്ചാർജ് ചെയ്തില്ലേ? ഇപ്പൊ എങ്ങനെയുണ്ട്? നന്ദ ഫോൺ എടുത്തിട്ടുണ്ടേ അമ്മു ചോദിച്ചു. ഇപ്പൊ കുഴപ്പമൊന്നുമില്ലടി, ഞങ്ങൾ വീട്ടിലാണ്. നിന്നെ ആരോഗ്യ സാർ തിരക്കിയിരുന്നു. നീ നാളെ വരില്ലേ? എന്തിന്? അച്ഛനെ ഒറ്റക്കാക്കിയിട്ട് ഞാനിങ്ങനെ വരാനാ. കുറച്ച് ദിവസം കൂടി കഴിയട്ടെ. പാട്ട് പാടുന്ന കുട്ടിക്ക് എന്ത് പറ്റിയെന്ന് ചോദിച്ചു. അച്ഛന് വയ്യാത്തോണ്ട് ലീവാണെന്ന് ഞാൻ പറഞ്ഞു. ഡി, കോളേജിൽ വരായിരുന്ന ലീവ് കുറേ ആവില്ലേ? ഈ അവസ്ഥയിൽ ഞാനിങ്ങനെ മാറിയിരിക്കാനാ. അതും ശരിയാ. കുറച്ചു നേരം നന്ദയോട് സംസാരിച്ച് നന്ദയുടെ അച്ഛനോട് സംസാരിച്ചിട്ടാണ് അമ്മ ഫോൺ വെച്ചത്. നാളെ നീ കോളേജിൽ പോകുന്നില്ലേ മോളെ? ഇല്ല സാർ. ഗുളിക അയാളുടെ കയ്യിലേക്ക് നൽകി നന്ദ പറഞ്ഞു. അതെന്താ? എനിക്കിപ്പോ ഒരു കുഴപ്പമില്ല. ക്ലാസ്സിനൊന്നും മുടക്കം വരുത്തേണ്ട. 2 ദിവസം പോകാതിരുന്നപ്പോഴേ കുറെ പഠിപ്പിച്ചു കാണില്ലേ? അച്ഛനെ ഒറ്റയ്ക്ക് വിട്ടിട്ട് പോയാൽ എനിക്ക് ഒരിക്കലും സമാധാനം കിട്ടില്ല. കുറച്ച് ദിവസം ഞാൻ പോകുന്നില്ല സാർ. എനിക്കിപ്പോ ഒരു കുഴപ്പമില്ല മോളെ. എന്തെങ്കിലും ആവശ്യം വരുവാണെങ്കിൽ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ വീടുകളുണ്ടല്ലോ. നീ നാളെ മുതൽ കോളേജിലേക്ക് പോയിക്കോളണം. ഒടുവിൽ അച്ഛൻ്റെ നിർബന്ധത്തിന് അവൾ പോകാമെന്ന് സമ്മതിച്ചു. രാവിലെ എഴുന്നേറ്റ് വീട്ടിലെ ജോലിയെല്ലാം ഒതുക്കി നന്ദ കോളേജിലേക്ക് പോയി. ചേച്ചി, അച്ഛനും ശ്രദ്ധിക്കണേ. അപ്പുറത്ത് വീട്ടിലെ സരോജിനി ചേച്ചി കണ്ടപ്പോൾ നന്ദ പറഞ്ഞു. ഞാൻ നോക്കിക്കോളാം മോളെ. ഇന്ന് ലേറ്റ് ആയല്ലോ. ലേറ്റായി ചേച്ചി. ബസ് കിട്ടുമെന്നറിയില്ല, വൈകിട്ട് കാണാം. അതും പറഞ്ഞ് നന്ദ വേഗത്തിൽ ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു. തിരക്കൊഴിഞ്ഞ ബസ് സ്റ്റോപ്പ് കണ്ടപ്പോഴേ ദിവസവും പോകുന്ന ബസ് പോയെന്ന് നന്ദക്ക് മനസ്സിലായി. അടുത്ത ബസ്സിനെ അവൾ കാത്തിരുന്നു. മാസമുറായതിനാൽ അവൾക്ക് നല്ല വയറുവേദന അനുഭവപ്പെട്ടു. അവൾ അവിടെയുള്ള തൂണിലേക്ക് ചാരി കണ്ണുകളടച്ച് നീങ്ങി. കുറച്ചു നേരത്തിന് ശേഷം ബസ്സിന്റെ ഹോണടി ശബ്ദം കേട്ടതും നന്ദ മുന്നോട്ട് നീങ്ങി നിന്ന് കൈ കാണിച്ചു. ബസ്സിൽ കയറി അവളൊരു സീറ്റിലേക്ക് ഇരുന്നു. ടിക്കറ്റ് കൊടുത്തതിനു ശേഷം അവൾ പുറം കാഴ്ചകളിലേക്ക് കണ്ണുകൾ നട്ടു. സ്റ്റോപ്പ് എത്തി. അവൾ ഇറങ്ങി കോളേജ് കവാടം കടന്ന് ഒരു കാർ അതിവേഗത്തിൽ പാർക്കിംഗ് ഏരിയയിലേക്ക് പോയി. എന്തൊരു സ്പീഡാണ് ഭഗവാനെ! അതും ആലോചിച്ച് നന്ദ ക്ലാസ് റൂമിലേക്ക് നടന്നു. സമയം 10:30 കഴിഞ്ഞു. ക്ലാസ് തുടങ്ങിയാൽ കുട്ടികളാരും പുറത്തില്ലായിരുന്നു. നന്ദ അവിടെ ക്ലാസ്സിന് മുമ്പിലെത്തി. പൂജ മിസ് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. മേ കമിൻ മിസ്? അവൾ ക്ലാസ് എടുക്കുന്ന പൂജ മിസ്സിനെ നോക്കി ചോദിച്ചു. സമയം എത്രയായി? പൂജ കൈകെട്ടി ഗൗരവത്തോടെ ചോദിച്ചു. 10:30. കോളേജ് സ്റ്റാർട്ടിങ് ടൈം എപ്പോഴാണെന്ന് അറിയില്ല ദേവനന്ദക്ക്? 10 മണി. ആഹാ, എല്ലാം അറിയാലോ. എന്നിട്ട് എന്താ ഭൗതി ഇന്ന് ലേറ്റ് ആയതിൻ്റെ പിന്നെ കാരണം? പൂജ ഒരു പുച്ഛത്തോടെ ചോദിച്ചു. ബസ് കിട്ടിയില്ല. ആരും അറിയില്ലാക്കാൻ പോയതായിരുന്നു. വീട്ടിൽ നിന്ന് കോളേജിൽ പോകണമെന്ന് പേരും പറഞ്ഞിറങ്ങി ചെറുക്കന്മാരുടെ കൂടെ കറങ്ങി നടക്കുമായിരിക്കും. കഴിഞ്ഞ 2 ദിവസം താൻ എവിടെയായിരുന്നു? അവരുടെ വാക്കുകൾ കേൾക്കും തോറും നന്ദയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അച്ഛന് വയ്യായിരുന്നു. ആർക്കറിയാം സത്യം? ആ പേരും പറഞ്ഞ് കണ്ട ചെറുക്കന്മാരുടെ കൂടെ കറങ്ങിയടിച്ച് നടന്നതാണ്. എന്തു പറഞ്ഞാലും ഇങ്ങനെ കണ്ണീരൊഴുക്കി നിന്നാൽ മതിയല്ലോ. എൻ്റെ ക്ലാസ് കഴിയുന്നവരെ പുറത്തേക്ക് ഓരോരോ ശല്യങ്ങൾ. അതും പറഞ്ഞ് അവർ ക്ലാസ് തുടർന്നു. അമ്മു സഹതാപത്തോടെ നന്ദയെ നോക്കി. ആർക്കും പൂജയുടെ പെരുമാറ്റം ഇഷ്ടപ്പെട്ടില്ല. അവരെ ചോദ്യം ചെയ്യാൻ മാത്രം ധൈര്യം ആർക്കും ഇല്ലായിരുന്നു. കാരണം AV കോളേജ് MDയുടെ ബന്ധുവാണ് പൂജ. അതിൻ്റെ അഹങ്കാരം അവൾക്കുണ്ട്. എപ്പോഴും പൂജ നന്ദയിൽ കുറ്റം മാത്രമേ കാണുന്നുള്ളൂ. അതിൻ്റെ കാരണം എന്തെന്ന് മാത്രം നന്ദക്ക് അറിയില്ല. നന്ദ ഭിത്തിയിലേക്ക് ചാരി നിന്നു. ഒഴുകുന്ന കണ്ണുനീർ തുള്ളികളെ അവൾ വാശിയോടെ തുടച്ചു നീക്കി. വയറുവേദന കാരണം അവൾക്ക് നിൽക്കാൻ വയ്യായിരുന്നു. വേദന കടിച്ചമർത്തി അവൾ നിന്നു. CCTVയിലൂടെ എല്ലാം കണ്ടുകൊണ്ടിരുന്ന അവൻ്റെ ഞരമ്പ് വലിഞ്ഞു മുറുകി. അവൻ പിയൂണിനെ വിളിപ്പിച്ചു. പൂജ മിസ്സിനെ ഞാൻ വിളിക്കുന്നുവെന്ന് പറ. അയാൾ അവനെ നോക്കി തലയാട്ടി BCom ഫസ്റ്റ് ക്ലാസ്സിലേക്ക് പോയി. മാഡം. പിയൂൺ വിളിച്ച പൂജ തിരിഞ്ഞു നോക്കി. എന്താണോ? മാഡത്തിന് ആദി സാർ വിളിക്കുന്നു. ആദിയുടെ പേര് കേട്ടത്
പൂജയുടെ ചുണ്ടുകളിൽ പുഞ്ചിരി മുട്ടിയിട്ടു. അവൾ അവന്റെ ക്യാബിനിലേക്ക് പോകാൻ നേരത്താണ് പുറത്തേക്ക് നന്ദയെ കാണുന്നത്. അവളെ നോക്കി പുച്ഛിച്ച് പൂജ ആദിയുടെ ക്യാബിനിലേക്ക് പോയി. ഡി നന്ദ ആദ്യ കയറിടി. പൂജ പോയതും അമ്മു നന്ദയുടെ അടുക്കളെത്തി പറഞ്ഞു. അമ്മുവിനെ കണ്ടതും നന്ദ തളർച്ചയോടെ അവളുടെ തോളിലേക്ക് ചാഞ്ഞു. എന്താ മോളെ, എന്തു പറ്റി? വയ്യടി, വയറ് വേദനിക്കുക. നീ വാ. അമ്മയുടെ കയ്യിൽ പിടിച്ച് വലിച്ചു. പൂജ മിസ് തിരിച്ചു വന്ന പ്രശ്നമാവില്ലേ, ഞാനിവിടെ നിന്നോളാം. എങ്കിൽ വാ, നമുക്ക് ലൈബ്രറിയിൽ പോയിരിക്കാം. അതും പറഞ്ഞ് അമ്മ അവളെ കൂട്ടി ലൈബ്രറിയിലേക്ക് പോയി. അവിടെ എത്തിയതും നന്ദ കസേരയിലേക്ക് ഇരുന്ന് ടേബിളായി തലവിಸಿ കിടന്നു. നീ ഇന്നലെ വരുന്നില്ലെന്നല്ലേ പറഞ്ഞ്? അച്ഛൻ നിർബന്ധിച്ച് പറഞ്ഞു വിട്ടതാടി. കുറച്ചു നേരം കഴിയും ബെല്ലടിച്ചു. നീ ക്ലാസ്സിൽ പോയിക്കോ. അടുത്ത അവർ ആരംഭ സാറല്ലേ, ഞാൻ നെക്സ്റ്റ് അവർ മുതൽ വരാം. ഭയങ്കര വേദന. ഞാനിവിടെ ഇരുന്നോളാടി. വേണ്ടടി, നീ പോയിക്കോ, ക്ലാസ് മിസ്സാക്കണ്ട. അമ്മൂന്ന് മൂളി ക്ലാസ്സിലേക്ക് നടന്നു. ടേബിളിൽ തലയാഴ്ച കിടന്ന നന്ദ ചെറുമയക്കത്തിലേക്ക് പോയി. തന്റെ മുഖത്താരോ തലോടുന്നറിഞ്ഞ് അവൾ ഞെട്ടലോടെ കണ്ണുകൾ വലിച്ചു തുറന്നു. അടുത്തിരുന്ന ആളെ കണ്ടതും അവൾ ഭയന്ന് വിറച്ചു. കിഷോർ, കോളേജിലെ റൗഡി, സകല അലമ്പത്തിലും അവന്റെ കയ്യിലുണ്ട്. നന്ദ പെട്ടെന്ന് എണീറ്റ് പുറത്തേക്ക് പോകാൻ ഒരുങ്ങിയതും അവൻ അവളുടെ കൈകൾ പിടുത്തുമിട്ടു.